Hello, good morning all. This is from the Department of English, Government Arts and Science College, Kondoti. നിങ്ങളുടെ എച്ച് ഒ ഡിമാർ ഓപ്പൺ കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു വാട്സപ്പ് ലിങ്ക് തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ഒരു ഗൂഗിൾ ഫോം അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗൂഗിൾ ഫോം നിങ്ങൾ തുറന്നിക്കുമ്പോൾ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസിന് പുറമേ നിങ്ങൾക്ക് 6 കോഴ്സുകളുടെ ലിസ്റ്റ് അവിടെ കാണും. നമ്മുടെ കോളേജിലെ മേജർ ഡിപ്പാർട്ട്മെൻറ്റുകളായ കോഴ്സ് ഓഫർ ചെയ്യുന്ന 5 ഡിപ്പാർട്ട്മെൻറ്റുകളും ഫിസിക്കൽ എഡ്യൂക്കേഷനും അങ്ങനെ 6 ഡിപ്പാർട്ട്മെൻറ്റുകൾ ഓഫർ ചെയ്യുന്ന 6 ഓപ്പൺ കോഴ്സിൻ്റെ ലിസ്റ്റ് അവിടെയുണ്ട്. ഓരോ കോഴ്സും നിങ്ങൾ ഫസ്റ്റ് ചോയ്സ് ആണോ, സെക്കൻഡ് ചോയ്സ് ആണോ, തേർഡ് ചോയ്സ് ആണോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും അതിനകത്തുണ്ട്. അങ്ങനെ നിങ്ങളുടെ ഓപ്ഷൻ പ്രകാരം നിങ്ങൾക്ക് കോളേജ് ഒരു കോഴ്സ് അലോട്ട് ചെയ്യും. ആ കോഴ്സാണ് 5th സെമ്മിൽ നിങ്ങൾ ഓപ്പൺ കോഴ്സായിട്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഒരു ഫോം അവിടെയുണ്ട്. ഓപ്പൺ കോഴ്സ് എന്താണ് എന്നതൊക്കെ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓരോ ഡിഗ്രി ചെയ്യുന്ന കുട്ടിയും 5ാം സെമസ്റ്ററിൽ താൻ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഏരിയ അല്ലാതെ, അഥവാ മാത്സ് പഠിക്കുന്ന കുട്ടി മാത്സിന് പുറത്ത്, ഉറുദു പഠിക്കുന്ന കുട്ടി ഉറുദുവിന് പുറത്ത്, കൊമേഴ്സ് പഠിക്കുന്ന കുട്ടി കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്ത്, അതേ കോളേജിലെ മറ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന ഓപ്പൺ കോഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കോഴ്സ് നിർബന്ധമായും ചെയ്തിരിക്കണം. അതും കൂടെയാണ് നിങ്ങൾ 5th സെമ്മിൽ പഠിക്കുന്നത്. അപ്പോൾ ബികോം ചെയ്യുന്ന കുട്ടി 5th സെമ്മിൽ ബികോം അല്ലാതെ ഈ കോളേജിലെ മറ്റ് 5 ഡിപ്പാർട്ട്മെൻറ്റിൽ ഓഫർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യേണ്ടതാണ്. അതുപോലെ ഉറുദു പഠിക്കുന്ന കുട്ടികൾ ഉറുദു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലാത്ത മറ്റ് 5 ഡിപ്പാർട്ട്മെൻറ്റിൽ ഓഫർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് നിർബന്ധമായും പഠിക്കേണ്ടതാണ്. അതാണ് ഓപ്പൺ കോഴ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന ഇംഗ്ലീഷ് ഫോർ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന ഓപ്പൺ കോഴ്സിനെ കുറിച്ച് ഹ്രസ്വമായ ഒരു വിവരണമാണ്. കോഴ്സിൻ്റെ പേര് ഇംഗ്ലീഷ് ഫോർ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് കോഡ് FEN 5D01. 2 ക്രെഡിറ്റാണ് എല്ലാ ഓപ്പൺ കോഴ്സിനും ഉണ്ടാവുക. അതായത് നിങ്ങളുടെ കോർ പേപ്പറിന് നേർ ഹാഫ്. മറ്റ് പേപ്പറിനൊക്കെ നിങ്ങൾക്ക് 4 ക്രെഡിറ്റ് ഉണ്ടാവും. ഇതിനകത്ത് 2 ക്രെഡിറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവേഴ്സ് പെർ വീക്ക്, ഒരു ആഴ്ചയിൽ നിങ്ങൾക്ക് ഈ കോഴ്സിന് വേണ്ടി 2 ക്ലാസ്സാണ് ഉണ്ടാവുക. നമ്മുടെ കോളേജിൽ അത് ഫിക്സ്ഡ് ആണ്. എല്ലാ മൺഡേയും എല്ലാ ട്യൂസ്ഡേയും തേർഡ് അവർ ഓഫ് മൺഡേ ആൻഡ് ട്യൂസ്ഡേ ആണ് നമ്മുടെ കോളേജിൽ ഓപ്പൺ കോഴ്സ്. ആ സമയത്ത് ഏത് കോഴ്സാണോ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത് അത് പഠിപ്പിക്കുന്ന സാറിൻ്റെ അടുത്തേക്കാണ് നിങ്ങൾ പോവേണ്ടത്. നമ്മൾ അറബി ക്ലാസ്സിനും ഹിന്ദി ക്ലാസ്സിനും മലയാളം ക്ലാസ്സിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകില്ലേ, അതുപോലെയുള്ള ഒരു സിസ്റ്റമാണ് ഓപ്പൺ കോഴ്സിന് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഈ കോഴ്സിനെ കുറിച്ച് ചെറിയൊരു വിവരണം കാണാം. ഈ കോഴ്സ് കൊണ്ട് യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നത്, ഈ കോഴ്സ് പഠിക്കുമ്പോൾ ലേൺ ഫണ്ടമെൻറ്റൽസ് ഓഫ് ബിസിനസ് കറസ്പോണ്ടൻസ്, ബിസിനസ് രംഗത്തെ ബിസിനസ്സിലെ കമ്പനികളിലേക്കോ ബിസിനസ് സ്ഥാപനങ്ങളിലേക്കോ ഒക്കെ നിങ്ങൾ ജോലിക്ക് പോവുകയാണെങ്കിൽ അടിസ്ഥാനപരമായി അത്തരം രംഗങ്ങളിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ കറസ്പോണ്ടൻസ്, കമ്മ്യൂണിക്കേഷൻസ്, കത്തിടപാടുകൾ ഒക്കെ എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കണം. അതുപോലെ അതിൻ്റെ ഒരു പ്രായോഗിക വിജ്ഞാനം വേണം. ഈ കോഴ്സ് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ബിസിനസ് ലെറ്റേഴ്സ്, റിപ്പോർട്ട്സ്, ടെക്നിക്കൽ പ്രപ്പോസൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവണം. ഇതിനകത്ത് 5 മൊഡ്യൂളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ വർക്ക് 3 പീരീഡ് എന്നത് മാറ്റി ഓപ്പൺ കോഴ്സിന് 2 പീരീഡാക്കി ചുരുക്കിയപ്പോൾ, നേരത്തെ 3 പീരീഡ് ഉണ്ടായിരുന്നു നിങ്ങൾ സീനിയേഴ്സൊക്കെ പഠിച്ചപ്പം, ഇപ്പോൾ 2 പീരീഡേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴ്സിലെ ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും ഇപ്പോൾ സിലബസിലില്ല. ഫസ്റ്റ് മൊഡ്യൂൾ ഇത്രേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട ചില തിയറിറ്റിക്കൽ ആസ്പെക്ട്സ്, എന്താണ് ബിസിനസ് ഇംഗ്ലീഷ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ സാധാരണയായി ബിസിനസ് രംഗത്ത് മാത്രം ഉപയോഗിക്കുന്ന ചില ടേംസ്, ബാങ്കിങ് ടേംസ്, ബിസിനസ് ടേംസ് ഒക്കെ, ഇതായിരുന്നു മൊഡ്യൂൾ 1. പക്ഷേ ഇപ്പോൾ അത് സിലബസിലില്ല. മൊഡ്യൂൾ 2 ടെലിഫോൺ, പ്രസൻറ്റേഷൻ, മീറ്റിംഗ്, ഈ 3 രംഗത്തും നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള നല്ല ഇംഗ്ലീഷ് അവതരിപ്പിക്കാൻ പറ്റുന്ന എന്തൊക്കെ പ്രയോഗങ്ങളാണ്, അപ്പോൾ ടെലിഫോൺ സ്കിൽസ് എന്താണ്, നല്ല പ്രയോഗങ്ങൾ ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ഒരു പ്രസൻറ്റേഷൻ എങ്ങനെ സംഘടിപ്പിക്കാം, എങ്ങനെ പ്രസൻറ്റേഷൻ നടത്താം, എങ്ങനെയൊക്കെയാണ് അത് ഉണ്ടാക്കേണ്ടത്, അതുപോലെ മീറ്റിംഗ് എങ്ങനെ അറേഞ്ച് ചെയ്യാം, മീറ്റിങ്ങിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ഒപ്പീനിയൻ പ്രകടിപ്പിക്കാം, ഇതൊക്കെയായിരുന്നു മൊഡ്യൂൾ 2. അറ്റ് പ്രസൻറ്റ് മൊഡ്യൂൾ 2 ഓൾസോ ഈസ് നോട്ട് ദെയർ ഇൻ സിലബസ്. അപ്പോൾ നിങ്ങളുടെ ഈ ബാച്ച് തുടങ്ങേണ്ടത് മൊഡ്യൂൾ 3 മുതലാണ്. മൊഡ്യൂൾ 3 കാര്യമായി ഫോക്കസ് ചെയ്യുന്നത് റൈറ്റിംഗ് സ്കിൽസിലാണ്. ഇതിനകത്ത് വരുന്നത് നിങ്ങൾക്ക് നമ്മുടെ സ്ലൈഡിൽ കാണാം. 1 ബിസിനസ് ലെറ്റേഴ്സ്,
നമ്മുടെ ലെറ്റർ റൈറ്റിംഗ് നമ്മൾ സ്കൂളൊക്കെ പഠിച്ചു തന്നെയാണ്. പക്ഷേ ബിസിനസ് രംഗത്താവുമ്പോൾ ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ്, അതിൻ്റെ ലേ ഔട്ട്, അതിൽ ഉപയോഗിക്കേണ്ട വാചകങ്ങൾ, സാധാരണ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന അതിൻ്റെ രീതികൾ, എറ്റിക്വറ്റ്, ഇതൊക്കെയാണ് അതിനകത്ത് ഉണ്ടാവുക. അതുപോലെ റെസ്യൂമേകൾ, നമ്മളെങ്ങനെ ജോബ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ സി വി ഉണ്ടാക്കും. അപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് സി വി എങ്ങനെയാണ്, വ്യത്യസ്ത ഒക്കേഷനുകൾക്ക് വേണ്ടി സി വി എങ്ങനെ മാറ്റം വരുത്താം, റെസ്യൂമേകൾ എങ്ങനെ ഷെയിം ചെയ്യാം, ഇതൊക്കെയാണ് അതിൽ പഠിക്കുന്ന ഒരു ഭാഗം. 2 ബിസിനസ് റിപ്പോർട്ട്സ്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കമ്പനികളിലും കോർപ്പറേറ്റ് വേർഡുകളും പലതരം റിപ്പോർട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഏതെല്ലാം റിപ്പോർട്ടുകളാണ്, ആ റിപ്പോർട്ടുകൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന് പ്രത്യേകിച്ച് ഫോർമാറ്റ് ഉണ്ടോ, അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ ടെക്നിക്കൽ പ്രപ്പോസൽ, ഇതും കമ്പനികളുമായി ബന്ധപ്പെട്ടതാണ്. എങ്ങനെയാണ് നമ്മൾ ഒരു പ്രപ്പോസൽ കൊടുക്കുക, ഒരു പ്രപ്പോസൽ എങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്യും, അതിനുണ്ടാവേണ്ട സ്റ്റൈപ്പ് എന്താണ്, സ്ട്രക്ചർ എങ്ങനെയാണ്. അതുപോലെ ബിസിനസ് രംഗവുമായി ബന്ധപ്പെട്ട് ഇമെയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ബിസിനസ് കമ്മ്യൂണിക്കേഷനിലാകുമ്പോൾ റൈറ്റിംഗ് ലെറ്റേഴ്സും റൈറ്റിംഗ് ഇമെയിലുമാണ് കൂടുതൽ ഉണ്ടാവുക. അതെങ്ങനെയാണ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് തേർഡ് മൊഡ്യൂൾ അഥവാ നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പഠിക്കുന്നത്. മറ്റൊരു മൊഡ്യൂൾ 4 ഐറ്റിനറി റൈറ്റിംഗ്, ഇതും റൈറ്റിംഗ് തന്നെയാണ്. ഐറ്റിനറി ഒരു ട്രാവലുമായി ബന്ധപ്പെട്ടതാണ്. ഐറ്റിനറി റൈറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ, അതിനുപയോഗിക്കുന്ന ഭാഷ, അതുപോലെ മെമ്മോ, നമ്മൾ മെമ്മോ എന്ന് ചുരുക്കി പറയുന്ന മെമ്മോറാണ്ടം, ഓഫീസ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന മെമ്മോറാണ്ടം എങ്ങനെയാണ് എഴുതുക, അതിൻ്റെ രൂപം എന്താണ്, അതിലുപയോഗിക്കുന്ന ഭാഷ എന്താണ്, ലെറ്ററും അതുമായി ബന്ധപ്പെട്ട് എന്താണ് വ്യത്യാസം, സർക്യുലർ എന്താണ്, അതെങ്ങനെ എഴുതാം, അതുപോലെ എഡിറ്റിംഗ്, പ്രൂഫ് റീഡിംഗ്, ഒരു സാധനം നമ്മുടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ എഡിറ്റ് ചെയ്യണം, സാധാരണ എഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില ഭാഷകളുണ്ട്, ചില പ്രയോഗങ്ങളുണ്ട്, ചിഹ്നങ്ങളുണ്ട്, ഇതെന്തൊക്കെയാണ്, പ്രൂഫ് റീഡിംഗ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ എങ്ങനെയാണ് ഒരു സാധനം ചുരുക്കി എഴുതുക. നമ്മൾ സ്കൂളിൽ നേരത്തെ നമ്മൾ സമ്മറി റൈറ്റിംഗ് ഒക്കെ പഠിച്ചില്ലേ, അത് കഥയ്ക്ക് വേണ്ടിയാണ്, അത് കാര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ബിസിനസ് രംഗത്ത് ഒരു റിപ്പോർട്ട് വന്നു, നിങ്ങളുടെ ബോസിന് അതൊന്ന് ചുരുക്കി പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്, അതിൻ്റെ രത്ന ചുരുക്കം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കണ്ടൻസേഷൻ, എങ്ങനെയാണ് ആശയം ചുരുക്കി പറയുക, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ പേപ്പറിൽ പഠിക്കുന്നത്. അതായത് മൊഡ്യൂൾ 4 ആൻഡ് മൊഡ്യൂൾ 5. ഇത് ബഹുഭൂരിഭാഗം എഴുത്തുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ എന്നാലും ബിസിനസ് ഇംഗ്ലീഷിൻ്റെ ചില ബേസിക് കാര്യങ്ങളായ ചില പ്രയോഗങ്ങളും മൊഡ്യൂൾ 1ലെയും 2ലെ ടെലഫോണിക്, ഗുഡ് ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇത് പഠിക്കാൻ വേണ്ടി എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും 2 പീരീഡ് മാത്രമാണ് നമ്മൾക്ക് ഈ സെമ്മിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ലെങ്ത്ത് വളരെ കുറവാണ്. ആകെ ഈ പേപ്പറിനകത്ത് 40 മാർക്കിൻ്റെ പരീക്ഷയുണ്ടാവും. അതായത് നിങ്ങളുടെ മറ്റ് പേപ്പറൊക്കെ 80 മാർക്കിനാണ്. 80 മാർക്കിന് പരീക്ഷയും 20 മാർക്ക് ഇൻറ്റേർണലും ആണല്ലോ. അതിൻ്റെ പകുതിയാണ് ഈ പേപ്പർ ഉണ്ടാവുക. അതുകൊണ്ടാണ് ക്രെഡിറ്റ് 2 എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം മാർക്ക് 50, അതിനകത്ത് 10 ഇൻറ്റേർണൽ മാർക്ക്, നിങ്ങളുടെ എഴുത്ത് പരീക്ഷയ്ക്ക് 40 മാർക്ക്. ഇൻറ്റേർണൽ മാർക്ക് നമ്മൾ മറ്റേ പേപ്പറിൻ്റെ ഇൻറ്റേർണൽ മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യുക. അറ്റൻഡൻസ്, സാർമാർ എന്തെങ്കിലും അസൈൻമെൻറ്റ് തരും, ഈ രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള ഇൻറ്റേർണൽ മാർക്ക് ഇടും. 40 മാർക്ക് പരീക്ഷയ്ക്കും. ഇനി ഞാൻ ഈ കാണിക്കുന്ന സ്ലൈഡിലുള്ളത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലൊരു ധാരണ കിട്ടും. ഒന്ന് നോക്കുക, 2017 ബിസിനസ് ഇംഗ്ലീഷിൻ്റെ പേപ്പറാണ് ഈ കാണുന്നത്. 40 മാർക്കാണ് ചോദ്യം. ആദ്യത്തെ 6 ചോദ്യം ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട് അതിനകത്ത്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്, അതിന് 1/2 മാർക്ക് വീതം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു ചെറിയ 2 ഷോർട്ട് ആൻസേഴ്സ് ആണ്. ആൻസർ എനി 5 ഓഫ് ദ ഫോളോയിങ്, 6 തന്നിട്ടുണ്ട്, അതിനകത്ത് ഏതെങ്കിലും 5 എഴുതാം. ഉദാഹരണം പറഞ്ഞാൽ എന്താണ് കോംപ്ലിമെൻ്ററി ക്ലോസ്, ഇത് ലെറ്റർ റൈറ്റിംഗുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് മിനിറ്റ്സ്, എന്താണ് കറസ്പോണ്ടൻസ്, കറണ്ട് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബാങ്കിങ് ടേമാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. മൂന്നാമത്തത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. പാരഗ്രാഫ് നിങ്ങൾ എനി 3 എഴുതണം. 4 പാരഗ്രാഫ് ചോദ്യമുണ്ട്, അതിനകത്ത് നിന്ന് 3 എഴുതണം. പോയിന്റ്സ് ടു റിമെമ്പർ, പ്രസി റൈറ്റിംഗ്, ചെയറിങ് എ മീറ്റിംഗ് എങ്ങനെയാണ്, ഡയറി റൈറ്റിംഗ് ഒക്കെ പോലെ. ഇത് 17 ചോദ്യം ആയതുകൊണ്ടാണ് ഇത്ര വരുന്നത്. അടുത്തത് നാലാമത്തത് ഒരു എസ്സേ എഴുതണം, 300 മാർക്ക് വേർഡ്സിൻ്റെ, 12 മാർക്കാണ്. 300 മാർക്ക് വേർഡ്സിൻ്റെ ഒരു എസ്സേ ആണ് എഴുതാനുള്ളത്. 2 ചോദ്യം ഉണ്ടായിരിക്കും, അതിനകത്ത് 1 എഴുതണം. ഇവിടെ ഈ 17 വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് കറസ്പോണ്ടൻസ് വളരെ ജനറൽ എസ്സേ ആണ്. സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് റിപ്പോർട്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവും ഈ പേപ്പർ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ് നേടാൻ പോകുന്നത്. ബിസിനസ് രംഗത്തേക്ക് നമ്മുടെ ആളുകൾ പലപ്പോഴും കോഴ്സ് കഴിഞ്ഞാൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ജോലിക്ക് പോകും, ചിലപ്പോൾ കമ്പനികൾ ജോലി കിട്ടും, ചിലരൊക്കെ വിദേശത്ത് പോകും. അങ്ങനെ എവിടെയാണെങ്കിലും അവിടെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ നിർബന്ധമായും ആവശ്യമുണ്ടാകുന്ന കുറേ കാര്യങ്ങളാണ് ഈ പേപ്പറിൽ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ താല്പര്യം മനസ്സിലാവും, പുതിയ ഏരിയ മനസ്സിലാവും, പിന്നീട് നിങ്ങൾ സ്വയം പ്രയത്നം കൊണ്ട് കൂടുതൽ പഠിക്കുകയും ചെയ്യാം. ഇതാണ് ഓപ്പൺ കോഴ്സ് കൊണ്ട് പ്രതീക്ഷിക്കുന്നത്. ഒരു പുതിയ മേഖലയിലേക്ക് കുട്ടിയെ കൈപ്പിടിച്ചുയർത്തുന്നു, അതിൽ ഇൻട്രസ്റ്റ് ആക്കിയതിനു ശേഷം കുട്ടി സ്വയം തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ടെലിഫോൺ സ്കില്ല് മനസ്സിലാവും, മീറ്റിംഗ് എന്താണെന്ന് മനസ്സിലാവും, മീറ്റിംഗ് എങ്ങനെ കണ്ടക്ട് ചെയ്യാമെന്ന് മനസ്സിലാവും, എങ്ങനെയാണ് ഒരു മീറ്റിങ്ങിൽ ഒരു പ്രസൻറ്റേഷൻ നടത്തേണ്ടതെന്ന് മനസ്സിലാവും, എങ്ങനെയാണ് ഒരു റിപ്പോർട്ട് എഴുതേണ്ടത്, എങ്ങനെയാണ് ഒരു പ്രപ്പോസൽ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ലെറ്റർ എഴുതേണ്ടത്, ഇമെയിലിൽ സാധാരണ ഉപയോഗിക്കേണ്ട ഏത് തരത്തിലുള്ള പ്രയോഗങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾ പഠിച്ചോ എന്ന് ചോദിക്കാനുള്ള ഒരു ചെറിയ 40 മാർക്കിൻ്റെ പരീക്ഷയും 10 മാർക്കിൻ്റെ ഇൻറ്റേർണൽ പരീക്ഷയുമാണ് ഇതിനകത്തുണ്ടാവുക.
ഇത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് വല്ല സംശയവും ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആരെയും ബന്ധപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിങ്ങൾക്ക് വാട്സപ്പിൽ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.